ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ഒന്ന് തിരിഞ്ഞു നോക്കാനും ചുറ്റും നോക്കാനും നമ്മളോട് ആവശ്യപ്പെടുന്ന ദിവസം. ഈ ദിവസത്തെ മെസ്സേജ്, ഈ പോപ്പുലേഷൻ ഡേയുടെ മെസ്സേജായിട്ട് പറയുന്നത് ടു ലീവ് നോ വൺ ബിഹൈൻഡ് ആൻഡ് കൗണ്ട് എവറി വൺ. എല്ലാവരെയും കൂടെ കൂട്ടി ആരെയും പുറകിലിടാതെ മുന്നോട്ട് പോകാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ജനസംഖ്യാ ദിനം. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനസംഖ്യാ ദിനത്തിൽ ഇന്ത്യ ഒന്നാമതാവുന്നത് പോപ്പുലേഷനിൽ. അതായത് ചൈനയെ മറികടക്കുന്നത് 2023 ഏപ്രിലാണ്. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ചൈനയേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ, ഏറ്റവും അധികം പോപ്പുലേഷനുള്ള രാജ്യം ഇന്ത്യയാണ് എന്ന് വരുന്നത്. ഏതാണ്ട് 60കളിലാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയത്. അന്ന് നമ്മളതിനെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയുമായിരുന്നു. പോപ്പുലേഷൻ സയൻസ് പ്രകാരം അത് സെക്കൻഡ് സ്റ്റേജാണ്, ഡെമോഗ്രഫിയുടെ സെക്കൻഡ് സ്റ്റേജാണത്. മോർട്ടാലിറ്റി കുറഞ്ഞു വരുന്നു സയൻസൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ, പക്ഷേ ബർത്ത് റേറ്റിന് കുറവില്ല. ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പോപ്പുലേഷൻ്റെ കൂടുതൽ, അതിനെ നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് വിളിച്ചു. 60കളിലും 70കളിലും ഒക്കെ നമുക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷനായിരുന്നു. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നത് ഒരു ജോമെട്രിക് റേഷ്യോയിലാണ്. അതായത് ഒരമ്മയ്ക്ക് 6 മക്കൾ, ഈ 6 മക്കൾക്കും വീണ്ടും 6 മക്കൾ, ഈ 6 മക്കൾക്ക് 2 മക്കളെ ഉള്ളെങ്കിൽ പോലും പോപ്പുലേഷൻ പിന്നെയും കൂടുകയാണ്. പോപ്പുലേഷൻ വർദ്ധിക്കുന്ന തോത് മാത്രമാണ് അപ്പോൾ കുറയുന്നത്. പോപ്പുലേഷൻ അങ്ങനെ കൂടി വന്ന് ഒരു സ്റ്റേജിൽ മാത്രമേ പോപ്പുലേഷൻ ഒന്ന് പതുക്കെ ആയി നിൽക്കുകയുള്ളൂ. ഇന്നിപ്പോൾ കേരളത്തിൽ അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഓരോ ദമ്പതികൾക്കും 1 കുട്ടിയോ 2 കുട്ടികളേ ഉള്ളൂ. മോർട്ടാലിറ്റി റേറ്റ് കുറവാണെങ്കിലും ശരി, ബർത്ത് റേറ്റ് അതിനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മൾ 3rd സ്റ്റേജിൽ എന്തായാലും എത്തി. 3rd സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഏതാണ്ട് അതേപോലെ ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഉള്ളത്. ഈ 3rd സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ശരി, ഇതിന് ഇടയ്ക്ക് നമുക്കൊരു നല്ലൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻ്റുള്ള ഒരു സമയമുണ്ട്. അതായത് അൺപ്രൊഡക്റ്റീവ് ലേബർ എന്ന് പറയും. കുട്ടികളെയും പ്രായമുള്ളവരെയും നമ്മൾ അൺപ്രൊഡക്റ്റീവ് ലേബറായിട്ടാണ് ഡെമോഗ്രഫി കണക്കാക്കുന്നത്. അവരെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരുടെ എണ്ണം വേണം. പ്രൊഡക്റ്റീവ് ലേബർ അവരെക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് നാളുകൾ ഒരു രാജ്യത്തിനുണ്ടാവും. അങ്ങനെയുള്ള ഒരു കാലം ഇന്ത്യക്കുണ്ട്. ആ കാലത്താണ് ഇന്ത്യ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും യങ് ഇന്ത്യ ആണ് ഡെമോഗ്രഫി പ്രകാരം. പക്ഷേ ഇത് നമുക്ക് 2030 വരെയേ ഉള്ളൂ. ഡെമോഗ്രഫി പ്രകാരം നമുക്ക് 2030 ആകുമ്പോഴത്തേക്കും ഈ ഗോൾഡൻ ഇയേഴ്സ് തീർന്നു പോകും. ആ സമയത്തിനുള്ളിൽ നമുക്ക് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ടാർഗറ്റൊക്കെ എന്തെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് കണ്ടറിയണം. അതൊക്കെ അച്ചീവ് ചെയ്യണം. അതിലേക്കൊക്കെ നമ്മൾ നടന്നെത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. ഇപ്പോഴത്തെ അത്രയും ഇനീക്വാളിറ്റി അത്രയും ഉള്ളപ്പം, അതായത് 10% കയ്യിൽ 77% വെൽത്ത്, ബാക്കിയുള്ളവർക്കൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരുപാട് ഗോൾസൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതാണ് ഒരു ഡെമോഗ്രാഫിക് ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കുക, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കേരളം തന്നെ എടുക്കാം. കേരളം കേരളത്തിന് വയസ്സായി. ഇന്ത്യ യങ്ങാണ്, പക്ഷെ കേരളത്തിന് വയസ്സായി. കേരളത്തിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ എവിടെയും നമ്മൾ വയസ്സായ ആളുകളെ കാണുന്നു. എവിടെയും ഏത് ഷോപ്പിൽ പോയാലും വയസ്സായ ആളുകൾക്ക് വേണ്ട എല്ലാ സാധനവും കിട്ടുന്നു. കുട്ടികൾക്ക് വേണ്ട സാധനമാണ് ഇപ്പോൾ കേരളത്തിൽ കിട്ടാൻ കുറവ്. ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ജപ്പാൻ, ചൈന, ടു സം എക്സ്റ്റെൻറ്റ് കാനഡ, ഇങ്ങനെ കുറേ രാജ്യങ്ങൾ ഇപ്പോൾ 3rd സ്റ്റേജ് ആയിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ഇന്ത്യക്ക് അതിൻ്റെ ഒരു മുൻ അനുഭവമാണ് കേരളം തരുന്നത്. ഇവിടെ ഒരുപാട് ഗോസ്റ്റ് ടൗണുകൾ എന്നറിയപ്പെടുന്ന ടൗണുകളുണ്ട്. പത്തനംതിട്ട തുടങ്ങി തിരുവല്ല ആ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ അടഞ്ഞു കിടക്കും. എന്തിന്? പാലക്കാട് കൽപ്പാത്തി, ഏതാണ്ട് ആ അഗ്രഹാരം മുഴുവൻ തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടെ ഒരു ആക്ടിവിറ്റി ഇല്ല. വളരെ ചുരുങ്ങിയ ചില വെക്കേഷൻ കാലത്തോ അല്ലെങ്കിൽ തേര് കാലത്തോ ഒക്കെ മാത്രമേ അവിടെ എന്തെങ്കിലും അനക്കമുള്ളൂ. അല്ലാത്ത സമയം അതും ഒരു ഗോസ്റ്റ് ടൗണാണ്.
ഈ ഒരു ഘട്ടത്തിൽ ഇനി നമുക്ക് ഈ ഗോൾഡൻ ഇയേഴ്സിൽ ബാക്കിയുള്ള സമയം കൊണ്ട് നമ്മളുടെ ബാക്കി ഇക്കണോമിക് ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കി നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കണം, ഇത് നമ്മുടെ ജനസംഖ്യാ ദിനം. ഈ ദിവസം എല്ലാവരെയും കൂടെ കൂട്ടുക. ടു ലീവ് നോ വൺ ബിഹൈൻഡ് ആൻഡ് കൗണ്ട് എവ്രി വൺ. ഇതാണ് ജൂലൈ 11 നമ്മുടെ ഡെമോഗ്രാഫിക് ഡേ നമുക്ക് തരുന്ന മെസ്സേജ്.